ചെങ്ങന്നൂർ കല്ലിശ്ശേരിയിൽ പമ്പാ നദിയിൽ ചൂണ്ടയിട്ട യുവാക്കൾക്ക് തലയോട്ടിയും അസ്ഥികളും അടങ്ങിയ ചാക്കുകെട്ട് ലഭിച്ച സംഭവത്തിൽ പോലീസ് അന്വേഷണം ഊർജിതമാക്കി. കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്ക് ശേഷമാണ് സംഭവം നടന്നത്. ചെങ്ങന്നൂർ കല്ലിശ്ശേരിയിൽ പമ്പാ നദിയിൽ ചൂണ്ടയിടുന്നതിനിടെ യുവാക്കൾക്ക് ചൂണ്ടയിൽ കുടുങ്ങി തലയോട്ടിയും അസ്ഥികളും അടങ്ങിയ ചാക്കുകെട്ട് ലഭിച്ച സംഭവത്തിൽ ചെങ്ങന്നൂർ പോലീസ് അന്വേഷണം ഊർജിതമാക്കി. കഴിഞ്ഞ ദിവസമായിരുന്നു സംഭവം നടന്നത്. ചെങ്ങന്നൂർ കല്ലിശ്ശേരി റെയിൽവേ പാലത്തിന് സമീപം പമ്പാ നദിയിൽ ചൂണ്ടയിടുന്നതിനിടെ തലയോട്ടിയും അസ്ഥികളും അടങ്ങിയ ചാക്കുകെട്ട് യുവാക്കൾക്ക് ലഭിച്ചത് പ്രദേശത്ത് വലിയ പരിഭ്രാന്തി പരത്തിയിരുന്നു. 2 യുവാക്കളുടെ ചൂണ്ടയിലാണ് അസ്ഥികൂടാവശിഷ്ടങ്ങൾ അടങ്ങിയ ചാക്ക് കുടുങ്ങിയത്. യുവാക്കൾ ആറ്റിൽ ചൂണ്ടയിട്ട് മീൻ പിടിക്കുന്നതിനിടെ വലിയ ഭാരമുള്ള എന്തോ ഒന്ന് ചൂണ്ടയിൽ കുടുങ്ങുകയായിരുന്നു. വലിയ മീൻ കുടുങ്ങിയതാണെന്ന ധാരണയിൽ ചൂണ്ട വലിക്കാൻ ശ്രമിച്ചെങ്കിലും സാധിച്ചില്ല. ഇതേ തുടർന്ന് യുവാക്കൾ ആറ്റിലിറങ്ങി പരിശോധിച്ചപ്പോഴാണ് നദിയിൽ താണുകിടക്കുന്ന നിലയിൽ ചാക്കുകെട്ട് കണ്ടത്. ഇത് കരയ്ക്കെത്തിച്ച് പരിശോധിച്ചപ്പോൾ ഉള്ളിൽ മനുഷ്യന്റെ തലയോട്ടിയും അസ്ഥികളും കണ്ടെത്തുകയായിരുന്നു. സംഭവം ഞങ്ങൾ ചൂണ്ടയിട്ടുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പം ഒരു മീൻ അടിച്ചു. ആ മീൻ വലിച്ചുകൊണ്ട് പോയി സാധനത്തെ കൊണ്ട് ഉടക്കി. അപ്പം ഇവിടെ കര വരെ എത്തി. എന്നിട്ട് അത് വലിച്ചിട്ട് പൊട്ടുമെന്ന് ഓർത്തിട്ട് ഞാൻ പിന്നെ വെള്ളത്തിലിറങ്ങി പോയി നോക്കിയപ്പോൾ ചാക്കിൽ ഉറക്കിയേക്കുന്നത്. ഉറക്കി പൊക്കി നോക്കിയപ്പോൾ മീനും ഉണ്ട് അതിൽ. ചാക്കിൽ ഭയങ്കര വെയിറ്റും ഉണ്ട്. എന്നിട്ട് അവിടെ വെച്ച് തന്നെ ചൂണ്ട ആ ചാക്കിൽ നിന്ന് എടുത്തു മാറ്റിയിട്ട് ഇനി ആരുടെയും ചൂണ്ടയിൽ ആ ചാക്ക് കുരുങ്ങണ്ടാന്ന് ഓർത്തിട്ട് ഞാൻ സൈഡിലോട്ട് കൊണ്ടിടുന്ന സമയത്ത് ചുമ്മാ ജസ്റ്റ് ഒന്ന് തുറന്നു നോക്കി. കെട്ടൊന്നുമില്ലായിരുന്നു. ഓപ്പണാക്കി നോക്കിയപ്പം അതിലൊരു മനുഷ്യൻ്റെ തലയോട്ടിയാണ് കണ്ടത്. ഉടനെ ഞാൻ പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് കാര്യം പറഞ്ഞു. പോലീസ് സാർമാർ വന്നിട്ട് എൻക്വയറി നടന്നിരിക്കുക. എൻ്റെ ഒരു സാം കെ ഡാനിയൽ. ചെങ്ങന്നൂർ പോലീസ് ഉടനടി സ്ഥലത്തെത്തി പ്രാഥമിക അന്വേഷണങ്ങൾ നടത്തി. ആറ്റിൽ കണ്ടെത്തിയ അവശിഷ്ടങ്ങൾ ഇൻക്വസ്റ്റ് നടപടികൾക്ക് ശേഷം പോലീസ് കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തു. മനുഷ്യന്റെ തലയോട്ടി, കൈയുടെയും കാലിന്റെയും എല്ലിൻ കഷ്ണങ്ങൾ, ശവപ്പെട്ടിയുടെ കൈപ്പിടി, വിശുദ്ധ വസ്ത്രത്തിന് ഭാഗമായുള്ള ശോശാപ്പ, ചാക്ക് ആറ്റിൽ താഴ്ന്നു കിടക്കുന്നതിനായി അടിയിൽ വെച്ചിരുന്ന ഭാരമുള്ള കല്ലും കണ്ടെത്തി. ഇവയെല്ലാം ശാസ്ത്രീയവും വിദഗ്ധവുമായ പരിശോധനകൾക്കായി തിരുവനന്തപുരം ഫോറൻസിക് ലാബിലേക്ക് അയക്കുമെന്ന് പോലീസ് അധികൃതർ അറിയിച്ചു. CDNet ന്യൂസ്, മാവേലിക്കര.